ഇറ്റ്സ് മീ ആരോഹ ദ റൈഡർ. മൽഹാർഗഡ് ഫോർട്ട് ട്രെക്കിങ്ങിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ മുന്നിൽ കാണുന്നതാണ് മഹാദേവ ടെമ്പിൾ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പം റാം പറഞ്ഞു അമ്പലത്തിനകത്തെ വീഡിയോസ് എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്തായാലും പൂജ നടക്കുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ അതിനകത്ത് പോയിട്ട് അതിൻ്റെ വിഷ്വൽസ് എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും അമ്പലത്തിനകത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എല്ലാ വീഡിയോസ് എടുക്കുമ്പോഴും ഇതിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തത് ഞാൻ ആഡ് ചെയ്യാറില്ല. കാരണം നിങ്ങൾ ആ സ്ഥലത്ത് പോയിട്ട് ആ ഒരു എന്താ പറയുക കാണുന്ന ആ ഒരു അനുഭവം നിങ്ങൾക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക ഒന്ന് കാണിച്ചിരുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് ശരിക്കും അത് എക്സ്പ്ലോർ ചെയ്യണ നിങ്ങളാണ്. അപ്പോൾ ഇതിനകത്തുള്ള ശിവലിംഗവും അതെല്ലാം തന്നെ നിങ്ങളവിടെ ഡയറക്റ്റ് പോയിട്ട് കാണുമ്പോഴാണ് ആ ഒരു കറക്റ്റായൊരു ഫീല് കിട്ടുക. മൽഹാർഗഡ് ഫോർട്ട് ട്രെക്കിങ്ങിൻ്റെ സെക്കൻഡ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും ഒരു സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് ഇടാൻ ഭയങ്കര ലേറ്റ് ആകുന്നു എന്നുള്ളത് ആയിരുന്നു. കാരണം ഇപ്പം ലാസ്റ്റ് പാട്ടിട്ടതിന് ശേഷം ഞാൻ ഇപ്പോൾ ഈ പാട്ടിടുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് വൈകി. കാരണം ഏകദേശം 1 മാസത്തിൻ്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ വീഡിയോ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചു, പക്ഷേ എനിക്ക് നെറേറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അതിന് ശേഷം ഇനിയുള്ള വീഡിയോകളിലെല്ലാം തന്നെ ഞാൻ ലൈവ് ഓഡിയോ ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ ലൈവായിട്ട് നെറേറ്റ് ചെയ്യുന്നത് ആഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ട്രെക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഓഗസ്റ്റ് 15-ന് ഷൂട്ട് ചെയ്ത വീഡിയോസാണ്. അപ്പോൾ ഇതിൽ എനിക്ക് നറേറ്റ് ചെയ്ത് വരും. അപ്പം എന്താ പറയുക 1 മാസത്തിൻ്റെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ അതിന് കുറേ റീസൺ ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്കൊന്ന് പനി വന്നു, ചുമയായിരുന്നു, ശബ്ദം പോയി, പിന്നെ നവരാത്രി വന്നു. നവരാത്രി എന്ന് പറയുമ്പം ഞാൻ നിൽക്കുന്ന സൊസൈറ്റിയിലാണെങ്കിൽ ഡേ 1 തൊട്ട് ആ 9 ദിവസവും താഴെ ഗർബ ഡാൻഡിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ലൗഡ് മ്യൂസിക് ഇട്ടിട്ട് ആയിരുന്നു എന്താ പറയുക ഡാൻസും ഭയങ്കര രസമായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ കാരണം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ നറേറ്റ് ചെയ്യാൻ നേരം ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ടെല്ലാം വരും എന്നുള്ളതുകൊണ്ട് എനിക്ക് എന്താ പറയുക ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നവരാത്രിയിൽ ഞാൻ അല്ലാതെ നവരാത്രിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു യങ് യൂട്യൂബർ ഉണ്ട്. അപ്പം ഇങ്ങനെ ഓരോ ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ ഇടുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. പേര് വിനീത് തരുവ. അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ടും നവരാത്രിൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചു. അതിനും നറേഷൻ എനിക്ക് ഇടണമായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിലും ഞാൻ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ അത്ര രീതിയിൽ നല്ല ലൗഡ് മ്യൂസിക് ആയിരുന്നു. അപ്പം അതുകൂടാതെയും കുറേ എന്താ പറയുക ഭയങ്കര ബഹളവും ഒക്കെ ആയിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക കൂടുതൽ വീഡിയോസൊന്നും എന്താണ് എഡിറ്റ് ചെയ്ത് നറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പനിയായി, ചുമയായി, ശബ്ദം പോയി. അങ്ങനെ എനിക്ക് കുറേ ലേറ്റായി ഞാൻ വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ ഇന്നാണ് എനിക്കൊരു ടൈം കിട്ടിയത് വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട്, അതായത് നറേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ മൽഹാർഗഡ് ഫോർട്ടിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് അതെല്ലാം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. അതിപ്പോൾ കാണാവുന്നതാണ്. റൈഡ് ചെയ്തെന്ന് വന്ന വീഡിയോസ്, ട്രെക്ക് ചെയ്ത് മുകളിൽ കയറിയ വീഡിയോസ്, അതുപോലെ തന്നെ ഫോർട്ടിൻ്റെ ആദ്യ കുറേ ഭാഗങ്ങൾ. ഇപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ട് 2 അമ്പലങ്ങളും കണ്ടു കഴിഞ്ഞു. അതുകൂടാതെ ആണെങ്കിൽ ശിവാജിയുടെ ഒരു ശിലയും ഇവിടെ ഉണ്ടായിരുന്നു, ശിവാജി മഹാരാജാവിൻ്റെ. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഈ ഫോർട്ടിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് പോയിട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും, അതായത് ഈ വർഷവും തന്നെ ഒരുപാട് ഇപ്പോൾ എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയൊക്കെ ആണെങ്കിൽ കുറേ ഖനനങ്ങൾ ഇവിടെ ഇപ്പോഴും നടത്തുന്നുണ്ട്. കാരണം ഈ ഫോർട്ടെല്ലാം ഈ രീതിയിലുണ്ടെന്നുണ്ടെങ്കിലും ഈ ചോർ ദർവാസ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ ചോർ ദർവാസയുടെ കാര്യം. ഇതല്ലേ ഭാരത് ഫോർട്ട് ചെയ്ത് വളരെ നല്ല കാര്യമാണ്. ഞാൻ ഈ വരുന്ന വഴിയിൽ മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു. മൽഹാർഗഡ് ഫോർട്ടിലേക്കുള്ള റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് ഒരുപാട് ട്രീസ് ഇതുപോലെ ഭാരത് ഫോർട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ് ഇപ്പോൾ ഈ മൽഹാർഗഡ് ഫോർട്ടിൽ ചോർ ദർവാസ കണ്ടെത്തിയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത്, അതായത് ഈ വർഷം തന്നെ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക താഴെ അവിടെ എല്ലാം മണ്ണ് മാന്തിയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം പുതിയ ഒരു നിലവറ പോലെ, ഒരു അറ പോലെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ. നമ്മളല്ല, അതായത് അവർ കണ്ടെത്തിയിട്ടുണ്ട്, നമുക്ക് പോയി കാണാം. അപ്പം താഴേക്ക് ഗുഹ പോലെ താഴോട്ട് സ്റ്റെപ്സ് ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ റൈറ്റിലേക്ക് പോയി. അപ്പോൾ റൈറ്റിലേക്ക് പോയിട്ട് ഫോർട്ടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോയപ്പം അവിടെയുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇതുപോലൊരു പുതിയ ഖനനം നടത്തിയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ കൂടെ പോയിട്ട് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പോയ വഴി തന്നെ പിന്നെ തിരിച്ചു വരികയായിരുന്നു ചെയ്തത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എല്ലാം ഒരു മൺസൂൺ കാലഘട്ടമായതുകൊണ്ട് തന്നെ നല്ല മഴമേഘങ്ങൾ മുകളിലുണ്ടായിരുന്നു. അപ്പം നല്ലൊരു എന്താ പറയുക മഴത്തുള്ളികളോട് കൂടിയ കാറ്റൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു. മേഘങ്ങൾ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് മുകളിൽ നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെന്നുള്ളൊരവസ്ഥ. ആക്ച്വലി കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യുകയും കൂടെ ചെയ്തു. അപ്പം മഴയത്ത് നനഞ്ഞുള്ള കുറേ വിഷ്വൽസ് ഉണ്ട്.
ഇപ്പോഴും പലയിടത്തായിട്ട് നല്ല കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ഈ കോട്ട എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പോയിന്റ് അവർ സെലക്ട് ചെയ്ത്, കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഭാഗത്തൂടെയും വരുന്ന എന്താണ് പറയുക, ശത്രു സൈന്യത്തെ നല്ല ഈസി ആയിട്ട് നിരീക്ഷിക്കാൻ പറ്റും. കാരണം ആ ഒരു പോയിന്റാണ് ഇതിനെന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു പീക്കിൻ്റെ ഡെഡ് എൻഡ് എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് വന്നു വെച്ചാൽ നമുക്കൊരു 3 സൈഡിലും കറക്റ്റായിട്ട് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക് 3 ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒരു ശത്രു സൈന്യത്തിൻ്റെ നീക്കമുണ്ടെന്നുണ്ടെങ്കിൽ അത് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും മൽഹാർഗഡ് ഫോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ. അതുപോലെ മറാഠ രാജവംശം പണി കഴിപ്പിച്ച അവസാനത്തെ കോട്ടയായിരുന്നു മൽഹാർഗഡ് ഫോർട്ട്. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഒരുപാട് പാടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കൃഷിയും ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കേരളം വിട്ട് പുറത്തേക്ക് വരണം എന്നുള്ളൊരവസ്ഥയായി. ഇപ്പോൾ വരുന്ന വഴിക്ക് എല്ലാം എന്താ പറയുക, ചീര ഇനങ്ങൾപ്പെട്ടതാണെങ്കിൽ പാലക്കും അതുപോലെ തന്നെ വ്യത്യസ്തമായ കുറേ ചീര ഇനങ്ങളുടെ ഫാമിംഗ് കണ്ടു. അതുപോലെ തന്നെ ചെടികളുടെ എന്താ പറയുക, പൂക്കളുണ്ടാകുന്ന ചെടികളുടെ ഒരുപാട് ടൈപ്പ് പൂക്കളുടെ, അങ്ങനെ എന്താ പറയുക, അതല്ലാതെ പച്ചക്കറി തന്നെ. അപ്പോൾ ചില പച്ചക്കറികളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് തന്നെ ഞാനിവിടെ എത്തിയിട്ട് ആ ഫാമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ മുന്തിരിത്തോട്ടങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ. ചില പച്ചക്കറികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞില്ലേ, അതായത് പച്ചക്കറി എന്ന് വെച്ചാൽ അതിൻ്റെ ഇലകളൊക്കെ, അതായത് എന്താ പറയുക, അപ്പോൾ നമ്മൾ കാണാത്ത, നമ്മൾ വെജിറ്റബിൾസ് കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ഇലകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ ചെടികൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞാനിപ്പം ഇവിടെ വന്നിട്ടാണ് കണ്ടത്. കാരണം എൻ്റെ നാട് കായംകുളമാണ്, അവിടെയും വലിയ രീതിയിൽ കൃഷിയുണ്ട് എന്നുള്ള ഒരു, അങ്ങനെ കൃഷി ഞാൻ കണ്ടിട്ടില്ല. നെൽപ്പാടങ്ങൾ കണ്ടിട്ടുണ്ട്, അതല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ലായിരുന്നു അവിടെ കൃഷിയായിട്ട്. പിന്നെ തെങ്ങ് ഗവേഷണ കേന്ദ്രമുണ്ട്, അതൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നും കൃഷിയൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ലായിരുന്നു. ഇനി എൻ്റെ വീഡിയോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നാണ് എല്ലാം കാണുന്നത്. കാരണം എനിക്ക് കാണുന്ന ഓരോ വിഷ്വൽസും അതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കുറേ എന്താ പറയുക, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ 1-2 മണിക്കൂറിൻ്റെ വീഡിയോസ് ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് കുറേ എഡിറ്റ് ചെയ്തിട്ട് എന്താണ് പറയുക, ഒരു 45 മിനിറ്റിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ആ ഒരു രീതിയിലാക്കിയിട്ട് 1-2 പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ്. അപ്പം അത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കുന്നു. അപ്പോൾ ഞാൻ ഇനി മുതൽ തീരുമാനിച്ചു, എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ നല്ല ഷോർട്സ് എന്താണ് പറയുക ഷൂട്ട് ചെയ്തിട്ട് അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ, അതായത് എൻ്റെ ഒരു 10-30 മിനിറ്റ് ഉള്ള വീഡിയോസിൻ്റെ ഒരു പ്രോമോ പോലെ എന്താ പറയുക ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ആദ്യം ഇടാമെന്ന് കരുതി. കാരണം അങ്ങനെ ആകുമ്പം എന്താ പറയുക നിങ്ങൾക്കും ആ വീഡിയോസ് എല്ലാം, കാരണം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ വീഡിയോസ് നല്ല ഇഷ്ടമാവും. പിന്നെ എനിക്കിഷ്ടമുള്ള രീതിയിൽ, കാരണം ഞാൻ കാണുന്ന കാഴ്ചകൾ അതുപോലെ പകർത്തിക്കൊണ്ടുവരിക എന്നുള്ള എൻ്റെ രീതിയും. അപ്പോൾ ആൾക്കാർ പറഞ്ഞു എന്താ പറയുക കുറച്ചുകൂടെ നല്ല രീതിയിൽ ഷൂട്ടിങ് ചെയ്യാനായിട്ട് പഠിക്കണം, നല്ല ആംഗിൾസിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പഠിക്കണം ഒക്കെ പറഞ്ഞു. അപ്പം ആ രീതിയിൽ ഞാൻ കുറേ വീഡിയോസ് എടുക്കാറുണ്ട്. പക്ഷേ അത് ഞാൻ ഈ നടന്നുകൊണ്ട് കാണുന്ന ആ ഒരു ഇതിലോട് മാച്ച് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖമില്ലായ്മ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസ് ഞാൻ അങ്ങനെ എടുത്ത ഷോർട്സ് ചെയ്യാത്തത്. അപ്പം ഞാൻ തീരുമാനിച്ചു അങ്ങനെയുള്ള ഷോർട്സുകൾ ഇനി ഓരോ സ്ഥലത്ത് പോകുമ്പം നല്ല വ്യത്യസ്തമായ രീതിയിൽ ഷൂട്ട് ചെയ്തിട്ട് അത് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സിൻ്റെ വീഡിയോ പോലെ. ബാക്കി പിന്നെ ഞാനിങ്ങനെ നടന്നു പോകുമ്പം ഞാൻ കാണുന്ന കാഴ്ചകൾ, അതായത് എൻ്റെ കൂടെ നിങ്ങളും നടന്നു വരുന്നു, അല്ലെങ്കിൽ ഒന്നുകിൽ എൻ്റെ പുറകിൽ അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിങ്ങളും നടന്നു വന്നിട്ട് ഈ കാഴ്ചകൾ കാണുന്ന പോലെയാണ് ഞാൻ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. ലൈവ് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലൈവ് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ലാവലിയർ മൈക്ക്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, വാങ്ങിച്ചു അൺബോക്സിങ് ചെയ്തു വീഡിയോ ഒക്കെ എടുത്തു, ദെൻ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പോയപ്പോഴാണ് മനസ്സിലായത് അത് ഐഫോണുമായിട്ട് മാത്രമേ കമ്പറ്റിലുള്ളൂ, അതായത് എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ അത് വർക്കാകില്ല എന്ന് മനസ്സിലായി. സോ അതെനിക്ക് റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നോക്കിയപ്പോഴാണെങ്കിൽ എനിക്ക് ഒരു മൈക്കും അത്ര വലിയ ഇഷ്ടമായില്ല. പിന്നെ കുറേ മൈക്സ് ഇഷ്ടമായി, റോഡ് പോലെയിൽ അങ്ങനെ കുറേ നല്ല മൈക്സ് ഇഷ്ടമായി. പക്ഷേ അതെനിക്ക് നല്ല ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്തത് എനിക്കൊരു ആക്ഷൻ ക്യാമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു മൈക്കിലേക്ക് പോകാമെന്ന് കരുതി 3mm ജാക്കിൻ്റെ ഒരു ഓഡിയോ മൈക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എന്താണ് പറയുക, എൻ്റെ ഗിംബലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗിംബലിൻ്റെ റൊട്ടേഷൻസ് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് ഞാനൊരു സെൽഫി സ്റ്റിക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെൽഫി സ്റ്റിക്കിൽ യൂസ് ചെയ്തിട്ട് ഈ മൈക്ക് കണക്ട് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഷൂട്ട് ചെയ്യാമെന്ന് കരുതുന്നു. അതായത് കുറേ സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പം ഞാൻ എന്നെ തന്നെ എടുത്തിട്ട് എൻ്റെ സെൽഫി വീഡിയോസ് എടുത്തിട്ട് എന്താ പറയുക ഷൂട്ട് ചെയ്യാം. അപ്പോൾ അതിലെൻ്റെ ഓഡിയോയും കറക്റ്റായിട്ട് വരും.
അതുപോലെ തന്നെ പോകുമ്പോൾ കുറച്ച് വിഷ്വൽസ് എടുക്കുക, എന്തെങ്കിലും പറയാനുള്ളത് നിർത്തിയിട്ട് പറയുക. അപ്പം അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് കരുതിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഈ അടുത്തായിട്ട് കണ്ടെത്തിയ ഒരു ഗുഹ. ഈ ഗുഹയുടെ അകത്തേക്ക് എനിക്കും ഇറങ്ങി പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല ആഴത്തിലാണ്. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും നല്ല ആഴത്തിലാണ്, പക്ഷേ ഹൈറ്റ് കൂടുതലാണ് സ്റ്റെപ്സിൻ്റെ. അപ്പോൾ എനിക്ക് ഇപ്പോൾ കയറാനായിട്ട് അത്ര കുറച്ച് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിലും ഇറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ താഴോട്ട് ഇറങ്ങി കാണണം എന്നുള്ള അത്യായ ആഗ്രഹം കാരണം ഞാൻ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഇപ്പോൾ റാമു ഇറങ്ങി നോക്കി, ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ ഞാനും ഒന്ന് ഇറങ്ങി ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കരുതും എന്താ ഈ 2 സ്റ്റെപ്പ് ഇറങ്ങാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടാണോ എന്ന് കരുതും. ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്, കാരണം അത്രയും ഞാൻ എൻ്റെ കാല് ശരിയായിട്ടില്ല. അപ്പോൾ പക്ഷേ അതൊക്കെ ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹം കാരണം ഏത് കാടും മലയും ഇങ്ങനെ ഇപ്പോൾ വലിഞ്ഞു കയറും. തിരിച്ചിറങ്ങാൻ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിനകത്തേക്ക് എന്ന് പറയുന്നത് ഇപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മഴയും പെയ്തിട്ടുണ്ടായതുകൊണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഹൈറ്റ് അങ്ങ് നല്ല തീരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇത് എന്താണ് പറയുക, ആയുധങ്ങൾ ഒളിപ്പിച്ച് വെക്കാനുള്ള സ്ഥലമായിരുന്നു എന്ന് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് ഇതിന് മുകളിൽ എന്താണ് ശ്മശാനം പോലെയോ അല്ലെങ്കിൽ സംസ്കരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമോ എന്തോ. അപ്പോൾ ആൾക്കാരൊക്കെ അകത്ത് വരെ പോയിട്ട് വന്നിട്ടുണ്ട്, കാൽപാദങ്ങളൊക്കെ കാണാം. പക്ഷേ എന്തായിരുന്നു സ്ഥലമെന്ന് അറിയാത്തത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ടൊരു ചെറിയ പേടി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അകത്തോട്ടേക്ക് കടക്കുന്നില്ല. അപ്പോൾ ചെറിയ ഹൈറ്റ് കുറഞ്ഞ ഒരു ഗുഹ പോലെയാണ്. ഒന്നുകിൽ എന്താണ് ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ആയുധപ്പുര പോലെയോ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയോ അറിയില്ല. അപ്പോൾ അതുപോലെ എന്തോ ഒരു സംഭവമാണ്. അപ്പം നോക്കി ഇനി ഇതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ കൈ ഒന്ന് മുകളിലോട്ട് ഉയർത്തിയാൽ തന്നെ നമുക്ക് മുകളിൽ തൊടാൻ പറ്റുന്നത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓരോ സ്റ്റെപ്സിൻ്റെയും ഹൈറ്റ്. അപ്പോൾ കയറാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ തിരിച്ചിറങ്ങാൻ എനിക്ക് ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാണാം ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ കണ്ടോ, എല്ലാം ഓരോ ഹൈറ്റിൽ വരുമ്പോൾ ഡബിൾ ഹൈറ്റാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പിന്. അതുകൊണ്ടാണ് ഇറങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും ലെഫ്റ്റ് കാല് വെച്ച് വലിഞ്ഞ് കയറുന്നുണ്ട്. ഇത് അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് മുകളിലേക്ക് ഇല്ല കയറിയില്ല, അങ്ങനെ കയറി മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. अच्छा, ये अभी खुदाई की थी. ऐसा खुदाई करेंगे तो मे भी और भी बहुत सारे छोटे छोटे गुफाएं मिल जाएंगे. ഇനിയും ഇവിടെ ഖനനങ്ങൾ നടക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ഗുഹകളും പുതിയ കാഴ്ചകളും നമുക്ക് വേണ്ടി തുറന്നു നൽകാനായിട്ട് ഇവിടെ ഉള്ളവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രമാത്രം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് കുറേ അവശേഷിപ്പുകൾ മാത്രമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തപ്പിയാൽ കുറേ കാര്യങ്ങൾ വീണ്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഴ പെയ്യാൻ തുടങ്ങിയതോടുകൂടി ഗിംബൽ മടക്കി അകത്ത് വെച്ചു. ലക്ഷ്യം ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി ആ കൊടിയുടെ അടുത്തേക്ക് പോവുക. അതാണ് ഡെഡ് എൻഡ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ 3 എന്താ പറയുക ഒരു 360 ഡിഗ്രിയിൽ, അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് കോട്ട കാണാം, ബാക്കി മുഴുവൻ താഴെയുള്ള ഭാഗങ്ങൾ കാണാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം, അതാണ് അടുത്ത ലക്ഷ്യം. താഴോട്ടേക്ക് ഇറങ്ങാനായിട്ടുള്ള ഈസി വഴി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കാരണം കൊച്ചു കുട്ടികൾ പോലും ഈസി ആയിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി, പക്ഷേ എനിക്കങ്ങനെ ഇറങ്ങാൻ കഴിയില്ല. This is a dangerous act. पूरा जन पडलं लास्ट आता बच्चे फोटो काढते मग ते पण ते देतात तवळ पडलं अनेक फोटो ते बेटर तर मका कंचे सगळ्यांना तुमच्या वाटा स्टेप्स आपशी राईट हो ना. It's not about the fitness, it's all about my fear.
വന്ന വഴി കൂടെ തിരിച്ചു പോയിട്ട് കുറേ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് ഈ വഴിയിലേക്ക് വന്നത്. കാരണം ഈ വഴി താഴോട്ടേക്ക് ഇറങ്ങുന്ന വഴിയാണ് എന്നായിരുന്നു എൻ്റെ വിശ്വാസം. കറങ്ങി തിരിഞ്ഞ് ഞാൻ ആദ്യം നിന്നിടത്ത് തന്നെ വീണ്ടും എത്തി. പിന്നെ വേറൊരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് ഇതിലൂടെ ഊർന്ന് താഴേക്ക് ഞാനും ഇറങ്ങി. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഇത്രേ ഉള്ളല്ലോ, ഇതിലോട്ടേക്ക് ഇറങ്ങാനായിരുന്നോ പാടെന്നുള്ളത്. പക്ഷെ അവിടെ ഇരുന്നിട്ട് എല്ലാവരും ചാടിയാണ് ഈ താഴത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ചാടി ഇറങ്ങാൻ പറ്റില്ല, കാരണം എനിക്ക് എൻ്റെ ഒരു ലെഗിൽ ഫുൾ വെയിറ്റും കൂടി ഇടാൻ കഴിയില്ല. അപ്പോൾ എന്നാലും കഷ്ടപ്പെട്ട് താഴോട്ട് ഇറങ്ങി. ഫൈനലി ഐ ഹാവ് ഓവർകം മൈ ഫിയർ और मैं ये स्टेप उतर गई. मी चांगला बाबा आता मी जर एकटा झालो तरी मग फरक नाही पडत. आता आपण विचार करून ठेवला दिक्किല്ല गेला. नेक्स्ट तिने घालायचे हप्त्याच्या भांडण जाळकांना घालतील ते पिंकचे हिल्स पाशी त्यांचे ग्रिप चढ बरे पाहिजे आता करता. Ramu, according to me, this is wrong. രാഷ്ട്രധ്വജത്തേക്കാൾ മുകളിലായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് മാമന്മാർക്ക് ഇത്രയും വിവരമില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം വെച്ചാൽ ദേശീയ പതാക താഴെയും, കൂടുതൽ ഇതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. Started drizzling now and we are walking towards the peak, the dead end of this Malhargarh Fort. From the end I'll give you a 360-degree view. ഫോണിൻ്റെ ഷേക്കിംഗ് കണ്ടിട്ട് മനസ്സിലാവും ഗിംബൽ ഇല്ലാതെയും ഷൂട്ട് ചെയ്യുന്ന വ്യത്യാസം. Okay, so this is the dead end and from this we have 360-degree view of. I think tanne अशी चोणे गेली चले नाचले. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പം ഇനിയും ഒരുപാട് ട്രെക്കിംഗ് വീഡിയോസ് ഉണ്ട്. ഇത് ഒരു ബിഗിനറിൻ്റെ ട്രിക്കായിരുന്നു മൽഹാർഗഡ് ഫോർട്ട്. ഇത് കൂടാതെ ഒരുപാട് ട്രെക്കിംഗ് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ വീഡിയോസായിട്ട് കുറച്ച് മടിയാണെങ്കിലും ഞാൻ ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം ദയവായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ തുടർന്നിടുന്ന വീഡിയോകളുടെ ലിങ്ക്, അതായത് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മഴ അതെന്നും എനിക്കൊരു വീക്ക്നെസ്സാണ്. എപ്പോൾ മഴ പെയ്താലും ഞാൻ മഴയത്ത് നനയും. കാരണം മഴയത്ത് കുട പിടിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. മഴയാകുമ്പം എന്താ പറയുക, മഴയാട്ടെ വെയിലാട്ടെ നനയുക. വെയിലാണെങ്കിൽ വെയിൽ കൊള്ളുക, മഴയാണെങ്കിൽ മഴയത്ത് നനയുക. നല്ല ഗുണ്ടു പാറുമായിട്ടുണ്ട് ഞാൻ. കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു ഒന്നാം തരം ഫുഡി കൂടിയാണ് ഞാൻ. അപ്പോൾ രണ്ടും കൂടെ പോകുന്നില്ല, നോക്കാം. അങ്ങനെ മൽഹാർഗഡ് ഫോർട്ട് ട്രെക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് പോകാൻ പോവുകയാണ്. അപ്പം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പം വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഞാൻ കൂടുതലായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, കൂടുതൽ സജഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. പുരന്ദർ ഫോർട്ട്, ടോർണ ഫോർട്ട്, ആഗ്ര ജംഗിൾ ട്രക്ക്, അങ്ങനെ ഒരുപാട് ട്രെക്കിംഗ് വീഡിയോസുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.